ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന അത്യാവശ്യം വലിയൊരു സിലബസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്? മോഡൽ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോഡൽ ചോദ്യ പേപ്പറുകൾ നമുക്ക് നമ്മുടെ സമഗ്ര അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന SCRT ഇറക്കിയിട്ടുണ്ട്. 3 സെറ്റുണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് A ചോദ്യ പേപ്പറാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് ടോപ്പിക്കുകൾക്കാണ്. നമ്മൾ പഠിക്കാതെ വിട്ടുപോയ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ടും ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു രീതി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ചോദ്യ പേപ്പറും അതുപോലെ തന്നെ എൻ്റെ ആൻസർ ക്യൂ ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ ചോദ്യ പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനൊരു ഗൈഡ് ലൈൻ തരിക എന്നുള്ളതാണ് ഞാനിവിടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ 2 ആഴ്ചകളായി കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ തന്നെ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൽ നിന്നല്ല, പല യൂട്യൂബ് ചാനലുകളും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റെഫർ ചെയ്യാം. എന്ത് റെഫർ ചെയ്താലും ശരി, നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത്. സോ വൺ ഷോട്ട് വീഡിയോസും അതുപോലെ തന്നെ ഈ പറഞ്ഞ 1-2 പാർട്ടിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിനൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഒരു സിംഗിൾ വാച്ച് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അവസാന നിമിഷം നിങ്ങൾക്ക് സമയക്കുറവൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഈ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കാവുന്നതാണ്. സമയം പറഞ്ഞ് അല്ലെ, ഒരുപാട് വാച്ച് പഠിച്ച് സമയം കളയുന്നില്ല, നേരെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ 2 പാർട്സ് ഓഫ് ദ ടേം ഐറ്റം എ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. അല്ലെ, നമ്മൾ കണ്ടാൽ തന്നെ അറിയാം എന്താണ്. മാച്ച് ദ ഫോളോയിങ്. അല്ലെ, ഗാറ്റ മെലീറ്റ എന്ന് പറയുന്ന ഡോണറ്റെല്ലോ ആണെങ്കിൽ പിയറ്റ എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ഗാറ്റ മെലീറ്റയും പിയറ്റയും ഒക്കെ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമനിസത്തിൽ പഠിച്ചതാണ്. അന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചപ്പോൾ തന്നെ കോഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഏതാണ്? ഗാറ്റ മെലീറ്റ ഡോണറ്റെല്ലോ ആണെങ്കിൽ പിയറ്റ ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോയുടെയാണ്. അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ ചിത്രകാരന്മാർ അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൾപ്ചർ, അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം. എല്ലാം പഠിക്കാനായിട്ട് കോഡുകൾ വെച്ചിട്ട് ഞാൻ മാക്സിമം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറന്നുപോയെങ്കിൽ അതൊന്നുകൂടി കാണുക, അല്ല നിങ്ങൾ നോട്ടിലൊക്കെ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് റെഫർ ചെയ്യുക. 2, ഐഡൻറ്റിഫൈ ദ ക്ലൈമറ്റിക് റീജിയൻസ് ഫ്രം ദ ഹിൻഡ് ഗിവൺ ബിലോ ആൻഡ് മാച്ച് ദം അക്കോർഡിംഗ്ലി. ദ റീജിയൻ വെയർ ദ കോണിഫറസ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ്. അപ്പോൾ കോണിഫറസ് ട്രീസ് കാണപ്പെടുന്നത് എവിടെയാണ്? തുണ്ട്ര, മെഡിറ്ററേനിയൻ, ടൈഗ, മൺസൂൺ. നോക്കുക. 2, പ്ലാന്റ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. സമ്മറിൽ മാത്രം ചെടികൾ വളരുന്ന സ്ഥലം. ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ഡ്രൈ വിൻ്റർ ആർ എക്സ്പീരിയൻസ്ഡ്. ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിൻ്റർ ആർ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകും. ഓക്കെ. ദ റീജിയൻ വെയർ ദ കോണിഫറസ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ അബണ്ടൻസ്. അപ്പോൾ കോണിഫറസ് ട്രീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു ഷേപ്പിൽ കാണുന്ന ട്രീസ് ആണ് എന്തെന്ന് പറയുന്നത്? കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ തുണ്ട്ര റീജിയൻ ആണോ ടൈഗ റീജിയൻ ആണോ വരുന്നത്? കറക്റ്റ് വരുന്നത് ടൈഗ റീജിയൻ ആണ്. കാരണം തുണ്ട്ര റീജിയൻ ആകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചുകൂടി ഡ്രോപ്പ് ആവും. പ്ലാന്റ് ഗ്രോ ഓൺലി ഇൻ ദ സമ്മർ. അല്ലെ, പ്ലാന്റ് എന്താണ് ഈ പറയുന്ന സമ്മറിൽ മാത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? തുണ്ട്ര റീജിയനിലാണ്. ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ, ഷോർട്ട് ഡ്രൈ വിൻ്റർ. ലോങ് അതായത് ഈ പറയുന്ന സമ്മർ സീസണിൻ്റെ ലെങ്ത് കൂടുതലാണ്, ഹ്യൂമിഡാണ്, അപ്പോൾ മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഏതാണത്? അത് നമ്മുടെ മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ ആണ്. അടുത്ത് 4ാമത് വരുന്ന ഏതാണ്? ഡ്രൈ സമ്മറും ഹ്യൂമിഡ് വിൻ്ററും ഏതാണ്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയനുമാണ്. അപ്പോൾ ക്ലൈമറ്റിക് റീജിയനുകൾ അവരുടെ ഫീച്ചേഴ്സും ഞാനൊരു 1 ഷോട്ട് വീഡിയോസ് എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടേം 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അതോ ടേം 1 എന്നറിയില്ല. ലിങ്ക് ഉടനെ തന്നെ എന്ത് ചെയ്തേക്കാം, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം, മറന്നു പോകുന്നുള്ളവർ ആണെങ്കിൽ. അടുത്ത ചോദ്യം, സം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ എക്കണോമിക് ഗോൾ ഫ്രം ദിസ്. ഇതിൽ നിന്ന് എക്കണോമിക് ഗോൾ ഏതാണ്? പോവർട്ടി, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്ലൈമറ്റിക് ആക്ഷൻ. ഇതൊന്നും എന്തായാലും എക്കണോമിക് അല്ല. പക്ഷേ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്ന് പറയുന്നതാണ് എക്കണോമിക് എന്ന് പറയുന്നത്. കാരണം കുറഞ്ഞ കാശിൽ പെട്രോൾ കിട്ടിയാലല്ലേ നമുക്ക് അത് കടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ റെസ്പെക്ട് ടു കോറിയോളിസ് ഫോഴ്സ്. കോറിയോളിസ് ഫോഴ്സ് അല്ലെങ്കിൽ കോറിയോളിസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ വിൻഡ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്. ശരിയാണ്, അല്ലേ? നോർത്തിൽ എന്താണ്? ടുവേർഡ്സ് ദ റൈറ്റ് ആണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ദ ട്രേഡ് വിൻഡ് ബ്ലോ ഫ്രം ദ നോർത്ത് ഈസ്റ്റ് വിൻഡ്. ട്രേഡ് വിൻഡ് ബ്ലോസ് ആസ് നോർത്ത് ഈസ്റ്റ് വിൻഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നിങ്ങൾക്ക് ഞാൻ അന്ന് വ്യക്തമായിട്ട് വരച്ച് പറഞ്ഞു തന്നതാണ്, ഓർക്കുന്നുണ്ട്. ഒരു വിൻഡിൻ്റെ പേര് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, അത് ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വീശുന്ന കാറ്റ്, ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോയിലോട്ട് വരുമ്പോൾ അതിൻ്റെ റൈറ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് നോർത്ത് ഈസ്റ്റ് തന്നെ ആയിരിക്കും. ശരി, കണ്ടോ? അത് വരച്ച് പഠിപ്പിച്ച് തന്നതായിരുന്നു. അതിൻ്റെ ഗുണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ട്രേഡ് വിൻഡ് ബ്ലോ സൗത്ത് വെസ്റ്റ് വിൻഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സദേൺ ഹെമിസ്ഫിയർ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഇടതുവശത്തോട്ടായിരിക്കും. പക്ഷേ ഇതെന്താണ്? ഇത് സൗത്ത് ഈസ്റ്റ് ആണ്. ഇവിടെ സൗത്ത് വെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ എന്താണ്? 1, 2 ശരി, 3 തെറ്റ്. അപ്പോൾ 1, 2 ശരി, 3 തെറ്റ്. അപ്പോൾ നമുക്ക് എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്.
അടുത്ത 5ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ട്രൂവും ഫോൾസും കണ്ടുപിടിക്കുക. സുഭാഷ് ചന്ദ്രബോസ് പ്രിസൈഡ് ഓവർ ദ ലാഹോർ കോൺഗ്രസ് സെഷൻ. അല്ല. സുഭാഷ് ചന്ദ്രബോസ് ആണോ? അല്ല. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ബൈ CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. അത് ശരിയാണ്. ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ചിറ്റു പാണ്ഡെ ഇൻ സത്താര. പെട്ടെന്ന് കാണുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ സത്താരയിലല്ല ചിറ്റു പാണ്ഡെ. ചിറ്റു പാണ്ഡെ എവിടെയാണ്? ബാലിയ, ഉത്തർപ്രദേശിലാണ് ഫോം ചെയ്തത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ മനസ്സിൽ പറയും, കാരണം നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പഠിച്ചു, അപ്പോൾ ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റുകളെ പറ്റിയും പഠിച്ചു, ചിറ്റു പാണ്ഡെയും കേട്ടിട്ടുണ്ട്, പക്ഷേ സത്താര ഓർമ്മ ഉണ്ടാവത്തില്ല. ശരിയാണെന്ന് വിചാരിക്കും. ഓക്കെ, അത് തെറ്റാണ്. ദ റോയൽ ഇന്ത്യൻ മ്യൂട്ടിനി വാസ് ബിഗെയിൻ ഓൺ 18th February 1946. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ ഈ പറയുന്ന 1 and 2 ആർ ട്രൂ, 3 and 4 ആർ ഫോൾസ്. അത് നമുക്കിവിടെ അല്ല, 2ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ 2 and 4 ആർ ട്രൂ, 1 and 3 ആർ ഫോൾസ്. സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 2 ശരിയാണെന്ന് അറിയാം. അപ്പോൾ 2 ശരി വരുന്ന ഉത്തരമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ എന്തായാലും ബിയും ഡിയും വെട്ടിപ്പോകും, എയും സിയും മാത്രമേ 2 ശരിയായിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം ആണ് ശരി. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ കാണും, കാരണം ലാഹോർ കോൺഗ്രസ് സെഷൻ നമുക്ക് നെഹ്റു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതാണ്. സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു പേരേ കേൾക്കാത്തതുകൊണ്ട് നമുക്ക് ഇത് തെറ്റാണെന്ന് ഊഹിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് നമുക്ക് സി കറുപ്പിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് എലിമിനേഷൻ ചെയ്തും നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ് അവിടെ ഇരിക്കുന്നത്. ജസ്റ്റ് ചോദ്യപേപ്പർ കണ്ട് പേടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് മാക്സിമം മോഡൽ ചോദ്യപേപ്പറൊക്കെ സ്കൂളിൽ നടത്തുന്ന പ്രീ മോഡലും ഒക്കെ എഴുതുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എഴുതി ഒരു ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ എക്സാം നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ എഴുതി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എക്സാം പേടി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിച്ചും പല ഉത്തരങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ A+ അല്ലേ, ഇതുമായിട്ടൊക്കെ 1 മാർക്കായിരിക്കും വ്യത്യാസം വരുന്നത്. അണ്ടർ വിച്ച് ലോ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ജുഡീഷ്യറി, അതായത് കൺസ്യൂമർ കോർട്ടുകൾ വന്ന ഏതിലാണ്? അത് 1986-ലാണ്. ഇനി ഇത് അറിയില്ലെങ്കിലും നമുക്ക് ഒരുവിധം ഈ പോയിന്റിൽ എത്താൻ പറ്റും. നോക്കടാ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്തായാലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്, ജുഡീഷ്യൽ സിസ്റ്റമായിട്ടല്ല. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ടും ജുഡീഷ്യൽ സിസ്റ്റമായിട്ടല്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19 ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ കോമേഴ്സ് ഒക്കെ വന്നു. അപ്പോൾ കോമേഴ്സിന് വേണ്ടിയിട്ടാണ് അത് വന്നത്. സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനകത്തുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു ലോജിക്കലി തന്നെ കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആണ് ഉത്തരവെന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യത്തിന് നമുക്ക് ലോജിക്ക് ഉപയോഗിക്കാൻ പറ്റും. എയും ബിയും മാച്ച് ചെയ്യാം. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മെട്രോളജി എന്ന് വെച്ചാൽ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഓർഗനൈസേഴ്സ് വേൾഡ് ക്ലൈമറ്റിക് കോൺഫറൻസ് ആയിരിക്കും ഇതിന് ഏറ്റവും ഉചിതമായിട്ട് വരുന്നത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, ഡിസ്ആർമമെന്റ് എന്നൊരു പോയിന്റ് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും, കാരണം നമ്മൾ വേൾഡ് വാറിലാണ് പഠിച്ച്. ഡിസ്ആർമമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോക്ക്ഹോം കോൺഫറൻസുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഏതാ ഉള്ളത്? എൻവയോൺമെന്റ് കൺസർവേഷനും അജണ്ട 21. എർത്ത് സമ്മിറ്റിലാണ് അജണ്ട 21. അത് നമ്മൾ അന്ന് പഠിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധയിൽ വരുന്നൊരു കാര്യമാണ്. പിന്നെ ഇതാണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? A4, B3, C1, D ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഇതും ഒരു ലോജിക്കലി നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മണ്ഡൽ കമ്മീഷൻ എമംഗ് ദ ഫോളോയിങ്. മണ്ഡൽ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട്, മണ്ഡൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റഡി ദ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ്നെസ് ഓഫ് ദ OBC കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓൾസോ നോൺ എസ് ദ സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷൻ, അതും ശരിയാണ്. റെക്കമെൻഡ് 50% ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഹെഡഡ് ബൈ മണ്ഡൽ. അപ്പോൾ 1, 2, 3. അപ്പോൾ 1, 2, 3 അല്ല, 1, 2, 4. ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞു. ഈ 50% കാണുമ്പോൾ തന്നെ ലോജിക്കുള്ളവർക്ക് അറിയാം ഇത് വരത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 3 വന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും അല്ലേ? ഓൾ ആർ റിലേറ്റഡ് വെട്ടിക്കളയാൻ പറ്റും. ഓൺലി 1 and 2 ആർ റിലേറ്റഡ് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ പറയാം. പക്ഷേ ഹെഡഡ് ബൈ മണ്ഡൽ കമ്മീഷൻ എന്ന് നമുക്ക് ഊഹിക്കുന്നുള്ളതുകൊണ്ട് ഈ ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത് 9ാമത്തെ ചോദ്യം തൊട്ട് 15ാമത്തെ ചോദ്യം വരെ 2 മാർക്ക് ചോദ്യങ്ങളാണ്. കോമൺ സെൻസ് നോളജ് ഹാസ് സെവറൽ ലിമിറ്റേഷൻസ് ഇൻ അനലൈസിങ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് സബ്സ്റ്റാൻഷിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന എന്താണ് നമ്മുടെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഒരു പാർഷ്യലായിട്ടുള്ള നോളജാണ്. അവിടെ സ്പെക്കുലേഷൻസ് ഉണ്ട് അല്ലെ? നമ്മുടെ പാർഷ്യലായിട്ടുള്ള അറിവേ ഉള്ളൂ, സ്പെക്കുലേഷൻസിന് അവിടെ വിശ്വസിക്കുന്നു. ഇതെന്താണ്? സയൻറ്റിഫിക് അല്ല. ഇവിടെ എന്താണ്? സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട് എന്നുള്ള ഈ 4 പറഞ്ഞ വാക്കിൽ ഏതെങ്കിലും 2 വാക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ 2 മാർക്ക് കിട്ടും. അപ്പോൾ എസ്സേ ചോദ്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആൻസർ കീയിലൊക്കെ കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 കീവേഡ്സ് തന്നിട്ടുണ്ടാകും. ഈ കീവേഡ്സുകൾ അവിടെ നിങ്ങളുടെ ഉത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കിട്ടും. അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഈ പറയുന്ന സ്പെക്കുലേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പാർഷ്യൽ നോളജാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ്? സയൻറ്റിഫിക് അല്ല.
സ്റ്റീരിയോ ടൈപ്പിംഗ് ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ 4 പോയിന്റിൽ ഏതെങ്കിലും 2 വാക്ക് വന്നാൽ അവിടെ മാർക്ക്, അല്ലെങ്കിൽ 4 പോയിന്റ് അങ്ങ് എഴുതിക്കോ, നോക്കട്ടെ മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ വേണം ഉത്തരം എഴുതാൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഇത് ഈ ചോദ്യത്തെ പറ്റി നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കണമെന്നില്ല. നിങ്ങൾ പഠിച്ച പോയിന്റുകൾ അവിടെ എഴുതി വെച്ചാൽ മതി, മാർക്ക് വീഴും. അതാണ് ഇവിടെ പറയാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മേജർ ഫ്യൂവൽസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഫ്യൂവൽ ആൻഡ് ഇലൂസിഡേറ്റ് ഇറ്റ്സ് യൂസ്. ഒറിജിനേറ്റഡ് ഫ്രം പ്ലാന്റ്സ്, ഹൈ കാർബൺ കണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെന്താണ്, ഇത് കോളാണെന്നുള്ള കാര്യം. ഫൗണ്ട് എയ്തർ ഇൻ ബ്ലാക്ക് ഓർ ബ്രൗൺ കളർ. എവിടെയാണ് ഉപയോഗിക്കുന്നത്? മെറ്റലർജിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഈ ചൂട് കത്തിക്കുന്ന മെറ്റലർജിക്ക് പർപ്പസ്, ഇരുമ്പുരുക്കുന്നതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തെർമൽ പവർ പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ അവിടെ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് വലിച്ചു വാറ്റി എഴുതാൻ നിൽക്കണ്ട. 2 മാർക്ക് ചോദ്യത്തിന് അങ്ങനെ ഉത്തരം എഴുതിയാൽ മതി. പോയിന്റായിട്ട് എഴുതിയ മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം അറിയാമെങ്കിൽ പോയിന്റായിട്ട് എഴുതിയാലും ടീച്ചേഴ്സ് മാർക്ക് തരും. ശ്രദ്ധിക്കണം, എഴുതുന്ന പോയിന്റ് ശരിയായിരിക്കണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും എഴുതുമ്പോഴത്തേക്കും അത് പോയിന്റായിട്ട് എഴുതി കഴിച്ചാൽ ടീച്ചേഴ്സിൻ്റെ പോയിന്റായിട്ട് എഴുതുമ്പോൾ എൻ്റെ ഗുണം എന്താ? ടീച്ചേഴ്സ് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ശരി ഉത്തരം അറിയാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ പോയിന്റായിട്ട് എഴുതിയാൽ ടീച്ചേഴ്സ് നോക്കിയിട്ട് മാർക്ക് തരും. ഇനി ഗ്യാസ് അടിക്കുന്നവന്മാരാണെങ്കിൽ, അതായത് നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും എഴുതി കയറ്റുന്നതാണെങ്കിൽ ഇത് പറയാൻ പാടില്ല എങ്കിൽ നിങ്ങൾ പാരഗ്രാഫ് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ നോക്കുന്നതിൻ്റെ ഒരു മനോഭാവം അനുസരിച്ച് ചിലപ്പോൾ ഈ പാരഗ്രാഫ് കാണുമ്പോൾ വായിച്ചു നോക്കാൻ മടിയുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യും, പോട്ടെ ഒരു മാർക്ക് അങ്ങോട്ട് ഇടും. ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. സോ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഫുള്ളായിട്ട് അറിയാവുന്നതാണ് എങ്കിൽ പോയിന്റ് ഇട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, കമ്പയർ മർച്ചൻ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. എന്താണ്? മർച്ചൻ്റുമാർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു ഗ്രാമങ്ങളിലുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക്. അവരിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നു, അത് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു, പ്രോഫിറ്റ് ഇവരടിക്കുന്നു. ഇതാണ് മർച്ചൻ്റ് ക്യാപിറ്റലിസം. ഇത് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ഓൺ ഇൻഡസ്ട്രീസ് അല്ലേ. റിച്ചായ മർച്ചൻറ്റുകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെ ഇൻഡസ്ട്രീസ് വളർന്നു. അവിടെ എന്താണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്നു. ഇതാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. ഇത്രയേ ഉള്ളൂ. ഈ 2 സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് മാർക്ക് കിട്ടും അല്ലേ. കാരണം ഞാൻ ഇവിടെ സെൻറ്റൻസ് കാണാതെ പഠിക്കുമെന്ന് നിൽക്കരുത്. ഈ വാക്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ. മർച്ചൻറ്റുമാർ നടത്തുന്ന ക്യാപിറ്റലിസം. അപ്പോൾ മർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യാപാരിയാണ് അല്ലേ. അപ്പോൾ വ്യാപാരി എന്താ ചെയ്യുന്നത്? സാധനം എടുത്ത് ഒരാൾക്ക് കൊണ്ട് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ മർച്ചൻ്റ് ടേക്ക് ദ റോ മെറ്റീരിയൽസ് ആൻഡ് ഗിവ് ഇറ്റ് ടു ലോക്കൽ മാനുഫാക്ചറേഴ്സ്. ദേ വിൽ മാനുഫാക്ചർ ആൻഡ് ഗിവ് ദ പ്രോഡക്റ്റ് ബാക്ക് ടു ദ മർച്ചൻസ്. ദേ വിൽ സെൽ ഇറ്റ് ഫോർ എ ഹയർ പ്രൈസ് ആൻഡ് ഏൺ ദ പ്രോഫിറ്റ് ആൻഡ് ദേ ബിക്കം റിച്ച്. ദിസ് ഈസ് കോൾഡ് മർച്ചൻ്റ് ക്യാപിറ്റലിസം. ഇൻഡസ്ട്രി ആകുമ്പോൾ എന്തായിരിക്കും? ദ റിച്ച് മർച്ചൻ്റ് വിൽ ഇൻവെസ്റ്റ് ദ എമൗണ്ട് ഓൺ ഇൻഡസ്ട്രീസ് മേക്കിംഗ് ഇൻഡസ്ട്രീസ് വെയർ മാനുഫാക്ചറിങ് ഈസ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ദേ മേക്ക് പ്രോഫിറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. എഴുതാൻ പറ്റൂലേ? ഇങ്ങനെ പഠിച്ചാൽ പോരെ? അതല്ലേ നല്ലത്. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് നിർഭയ മൂവ്മെൻറ്റ്? മെൻഷൻ മെയിൻ ഡിമാൻഡ് പുട്ട് ഫോർവേഡ് ബൈ ദ മൂവ്മെൻറ്റ്. നിർഭയ മൂവ്മെൻറ്റ് വാസ് ബേസ്ഡ് ഓൺ അല്ലേ ഡൽഹിയിൽ നടന്നിട്ടുള്ള ആ പറയുന്ന ബ്രൂട്ടൽ കേസിനെതിരെ പ്രൊട്ടസ്റ്റായിട്ടാണ് നിർഭയ മൂവ്മെൻറ്റ് വന്നത്. എന്തൊക്കെയായിരുന്നു എൻ്റെ ആവശ്യങ്ങളെന്ന് പറയുന്നത്? പണിഷ്മെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക, ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പണിഷ്മെൻറ്റ് കൊടുക്കുക, സെപ്പറേറ്റ് കോർട്ട് എക്സിസ്റ്റ് ചെയ്യുക, ഈ ക്രിയേറ്റ് ചെയ്യുക. ഈ 3 പോയിന്റ് എഴുതി വെച്ചാൽ ഇവിടെ 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ആസ് എ സ്റ്റുഡൻറ്റ് റൈറ്റ് ഡൗൺ ദ സജഷൻസ് ദാറ്റ് യു ക്യാൻ ഗീവ് ഓർ കൺസിഡറേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതുന്നൊരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഇതൊക്കെ നമുക്ക് ചുമ്മാ മാർക്ക് കിട്ടുന്ന പോയിന്റുകളാണ് അല്ലേ. ചിലവന്മാർ ഇതുപോലും എഴുതാറില്ല. അതാണ് വേറെ കോമഡി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, റിസോഴ്സിനൊക്കെ സേവ് ചെയ്ത് ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക, എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അടുത്ത്, ഇലൂസിഡേറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് ദ ഏർലി സ്ട്രഗിൾ പാർട്ടിസിപ്പേറ്റഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ. നമുക്കറിയാം അല്ലേ, ഈ പറയുന്ന ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ സത്യാഗ്രഹമൊക്കെയാണ് ആദ്യകാലത്ത് മഹാത്മാഗാന്ധി നടത്തിയ ഏർലി സ്ട്രഗിൾസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ട പോയിന്റ് ഇവിടെ എന്താണ്? നോൺ വയലൻസ് ആണ്. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ ഇവിടെ മാർക്ക് കിട്ടും. അതുപോലെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ ലോക്കൽ ഇഷ്യൂസ് ആണ് ഇവിടെ അഡ്രസ്സ് ചെയ്തത്. ഇത് 3 ഏതെങ്കിലും എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ കിട്ടുന്ന കാര്യമില്ല. വർഷം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഏത് സ്ട്രഗിളാണ് നടത്തിയത് ഒന്നും വേണ്ട. ഈ പോയിന്റുകൾ നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഗാന്ധിജി വന്നതിന് ശേഷം സ്ട്രഗിളുകൾക്ക് എന്ത് മാറ്റാൻ വന്നത്? പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടി എന്നുള്ളത്. അതാണ് ഇവിടെ എഴുതേണ്ട പോയിന്റ്. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ഫോക്കസ് ഓഫ് എൻ എർത്ത് വേക്ക്? നെയിം ദ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് ദാറ്റ് ലൈസ് ക്ലോസ് ടു ദ ഫോക്കസ് അല്ലേ. അപ്പോൾ ദ പോയിന്റ് വെയർ ദ പ്രഷർ അല്ലേ, ദ പ്രഷർ ഈസ് കോൺസെൻട്രേറ്റഡ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഫ്രിക്ഷൻ കാരണം പ്രഷർ കോൺസെൻട്രേറ്റ് ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഭൂകമ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെൻറ്റർ എന്ന് പറയുന്നത്. ദ പോയിന്റ് ജസ്റ്റ് അബോവ് ദ ഫോക്കസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കാൾഡ് എന്താണ്? എപ്പി സെൻറ്റർ. ഇതങ്ങ് വരച്ചൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. ഇപ്പോൾ മാക്സിമം ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട് അങ്ങനെ ഉത്തരം എഴുതാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഉത്തരം എഴുതുന്നത് നല്ലതാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ അറിവുള്ളൊരു കുട്ടി എന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. സോ അത്തരത്തിൽ ഉത്തരങ്ങൾ എഴുതിയാൽ സമയം കുറച്ചുകൊണ്ട് നമുക്ക് ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം വലിച്ചു വാരി എഴുതണം. സോഷ്യൽ സയൻസ് ആയതുകൊണ്ട്
പേപ്പർ നിറയ്ക്കണം എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ എസ്സേ അര പേജിൽ എഴുതണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ടുകൾ ഉപയോഗിച്ചിട്ട് ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ മാർക്ക് കൂടാനുള്ളൊരു സാധ്യത ആയിരിക്കും. ടീച്ചേഴ്സ് ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും നിങ്ങളുടെ പേരിൽ. പിന്നെ തുടങ്ങുമ്പോഴേ വെട്ടും തിരുത്തൊന്നും ഇല്ലാതെ ഫസ്റ്റ് പേജൊക്കെ ഒന്ന് നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുക എന്നുള്ളത് എപ്പോഴും അന്നും ഇന്നും ഒക്കെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ ശ്രദ്ധിക്കുക. 16ാമത്തെ ചോദ്യം, ബൈസിക്കിൾ ദാറ്റ് രാഹുൽസ് ഫാദർ ബോട്ട് ഹിം ഗോട്ട് ഡാമേജ്. നിങ്ങൾ 100% ഉറപ്പിച്ചോ ഇത്തരത്തിലൊരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ സിനാരിയോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഇവിടെ എഴുതേണ്ടതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ചിലപ്പോൾ രാഹുൽ സൈക്കിൾ വാങ്ങിച്ചതായിരിക്കും, അല്ലെങ്കിൽ മോഹൻ ആടിനെ വാങ്ങിച്ചതായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അതിനെതിരെ കൺസ്യൂമറിന് കംപ്ലയിൻറ്റ് കൊടുക്കണം. ചിലപ്പോൾ ബാങ്കിൽ പൈസയുടെ ഫ്രോഡായിരിക്കും. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എഴുതി വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സുമായിട്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിലോട്ടോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയിലോട്ടോ കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉത്തരത്തിൽ എഴുതേണ്ട കാര്യം. ഇനി നിങ്ങൾ എഴുതേണ്ടത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ പോയിന്റുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ ഫീസ് ഒന്നും വരുന്നില്ല അല്ലേ. ഇങ്ങനെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ബില്ല്, ഡേറ്റ് ഓഫ് പർച്ചേസ് സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ വേണം. വാറൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമ്മളത് കയ്യിൽ വയ്ക്കണം. ഇതൊക്കെയാണ് പറയേണ്ടത്. ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പോൾ അയാൾ സമ്മതിക്കത്തില്ല അല്ലേ, റീപ്ലേസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റ് പേപ്പറിൽ ഈ പറയുന്ന കംപ്ലയിൻറ്റ് എഴുതിയിട്ട് കൺസേൺഡ് അതോറിറ്റി കൊടുക്കണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വാറൻറ്റി കാർഡ്, ബില്ല്, ഡേറ്റ് ഓഫ് പർച്ചേസ് സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം എന്നതാണ് ഇവിടുത്തെ ഉത്തരം. ഇതെങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ തരും. ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, മനഃപൂർവ്വം വൃത്തിക്ക് എഴുതണം. മനഃപൂർവ്വം കുറയ്ക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എഴുതാൻ പറ്റും. 17ാമത്തെ ചോദ്യം, ഇറ്റ് വാസ് ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദ വെൽത്ത് ദാറ്റ് മെയ്ഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോസിബിൾ ഇൻ ഇംഗ്ലണ്ട് സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ചല്ലോ ഈ പറയുന്ന ഓരോ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും കോളനികൾ പിടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിലാണ് അല്ലേ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളിലാണ്. എന്നാൽ ഈ പറഞ്ഞ സ്പെയിനും പോർച്ചുഗലും ഒക്കെ എന്താണ്, മൊണാർക്ക്, അതിന് രാജാവിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ രാജാവ് ആ പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കൊട്ടാരം മോഡിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിച്ചപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ പൈസ റീഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കാര്യമാണ് നമ്മളിവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ട ഉത്തരവ് എന്ന് പറയുന്നത്. അങ്ങനെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ഇംഗ്ലണ്ട് എന്തായത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചത്. ഇതാണ് ഇവിടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഈ പറഞ്ഞ ഇംഗ്ലണ്ട് ഇങ്ങനെ ചെയ്തു, ഈ പോയിന്റുകളൊക്കെ എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചോദ്യോത്തരങ്ങളായിട്ടൊക്കെ PDF ആയിട്ടൊക്കെ പലപ്പോഴും തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മാസികകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. സം ഫാക്ട് റിലേറ്റഡ് ടു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ ഗീവൺ ബിലോ, മെൻഷൻ ദ റീസൺസ് ഫോർ ദം. അല്ലെ, നമ്മൾ ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചപ്പോഴത്തേക്കും നമ്മൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഓരോന്ന് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അല്ലേ. വിൻ്റർ ആർ നോട്ട് ജനറലി എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇൻസോലേഷൻ അല്ലെ, സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസോലേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് വീഴുന്നത് കൊണ്ട് തണുപ്പ് ഇവിടെ ഉണ്ടാകാറില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഉത്തരവെന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ എന്താണ്, ഇക്വറ്റോറിയൽ ഭാഗത്ത് നമുക്ക് വെർട്ടിക്കൽ സൺറൈസ് കിട്ടും അല്ലേ. ഇവിടെ ഓർമ്മയില്ല, ഇങ്ങനെ സൂര്യനെ വരച്ചിട്ട് നമ്മളിങ്ങനെ കാണിച്ചിരുന്നത് ഇങ്ങനെ നേരെ വന്ന് വീഴും എപ്പോഴും അല്ലേ. അതിപ്പോൾ ചരിഞ്ഞിരുന്നാലും നൂന്നിരുന്നാലും നേരെ വണ്ണം കിട്ടുന്നത് ഇക്വേറ്ററിൻ്റെ ഭാഗത്താണ്. സോ ടെമ്പറേച്ചർ കൂടുതലാണ്. കൺവെക്ഷൻ റെയിൻഫോൾ ഒക്കേഴ്സ് ക്വൈറ്റ് ഓഫൺ ഇൻ ദ ആഫ്റ്റർനൂൺ. എന്തുകൊണ്ടാണ്, ആസ് ദ ഡേ പ്രോഗ്രസസ് the atmospheric temperature increases leading to strong convection, formation of clouds leading to convection rainfall. convection rainfallന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോഗ്രഫിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ പഠിപ്പിച്ചപ്പോഴും അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ദ ഫ്ലോറ ത്രൈവ്സ് അബണ്ടൻ്റ്ലി. എന്തുകൊണ്ടാണ്, സൺലൈറ്റ് അതുപോലെ തന്നെ റെയിൻ അല്ലേ. അപ്പോൾ രാവിലെ നല്ല വെയിലും കിട്ടുന്നു, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും കിട്ടുന്നു, പിന്നെ ചെടിക്ക് വളരാൻ വേറെ എന്തെങ്കിലും വേണോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, ട്രൈബൽ സൊസൈറ്റീസ് ഇൻ ദ ഇന്ത്യ ഓർഗനൈസ്ഡ് ന്യൂമറസ് സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഫോർട്ട് ഫോർ ദ ജസ്റ്റിസ്. എക്സാമിൻ ദ റിലവൻസ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ മെയിൻ റെസിസ്റ്റൻസ് റൈസ്ഡ് ബൈ ദം. അതായത് നമ്മുടെ ട്രൈബൽ കലാപങ്ങളുടെ പോയിന്റ്. ഇവിടെ ഇതിപ്പോൾ ഈ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും ആ 3 ട്രൈബൽ മൂവ്മെൻറ്റുകൾ ഓർമ്മയുണ്ടല്ലോ, സാന്താൾ റെബലിയൻ അല്ലേ, മുണ്ട റെബലിയൻ, അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ കുറിച്യർ റെബലിയൻ, അത് 3 എഴുതി വെച്ചാൽ തന്നെ ഇവിടെ മാർക്ക് കിട്ടും.
3-ലും എന്തൊക്കെ എഴുതും? സാന്താൾ കലാപം എവിടെയാണ്? നമ്മുടെ ജാർഖണ്ഡ് റീജിയനിലാണ്. സിദ്ധു കനു ബ്രദേഴ്സ്, ബ്രിട്ടീഷുകാരുടെ എക്സസീവ് ടാക്സും ലാൻഡ് ലോഡ്സിൻ്റെ പ്രശ്നവും എഴുതി വെച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റുമേ? അടുത്ത മുണ്ടാൽ കലാപം, സെയിം കേസ് ഈ പറയുന്ന റീജിയനിൽ ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ ബിർസ മുണ്ട നേതാവ് കിട്ടി. കുറിച്യറുള്ളത് വയനാട്ടിലാണ്. മെയിൻ നേതാവ് രാമൻ നമ്പി. എന്തായിരുന്നു വിഷയം? ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ എക്സസീവ് ആയിട്ടുള്ള ടാക്സ് കളക്ഷൻ. കണ്ടോ? അപ്പോൾ ഒരേ പോയിന്റ് വെച്ചിട്ട് ആ പേര് മാത്രം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് കിട്ടാം. കാരണം ബിയിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ സിസ്റ്റം ആണ്. ഇത് എഴുതുന്നതിനേക്കാളും എളുപ്പം ഇത് എഴുതാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ കൾച്ചറൽ ട്രഡീഷൻസിന് ഓർഗാനിക് ആക്കി എന്നുള്ള പോയിന്റ് ഉണ്ട്. ട്രഡീഷൻസിന് നമുക്ക് ഈ പറയുന്ന ജനറേഷൻസിലോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ നമുക്ക് സെൻസ് ഓഫ് യൂണിറ്റി അല്ലെ, മലയാളി എന്ന് പറയുന്ന സെൻസ് ഓഫ് യൂണിറ്റി കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കോ എക്സിസ്റ്റൻസ് അല്ലെ, മലയാളിയായി നമ്മൾ മറ്റു ഭാഷ പഠിക്കുമ്പോൾ അവരുടെ കൾച്ചർ നമുക്കറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ പോയിന്റ്. സത്യം പറഞ്ഞാൽ ആ 4 പോയിന്റ് വിശദീകരിക്കുന്നതിനേക്കാളും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത് ഇത് പറയുന്നതാണ്. എങ്കിലും ആ 4 പോയിന്റ് 4 ഹെഡിങ്സ് ആണ് ഇവിടെ വേണ്ടത്. ആ 4 ഹെഡിങ്സ് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ, അല്ലെങ്കിൽ 4 പാരഗ്രാഫായിട്ട് അത് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഒന്ന്, നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻസിനെ ഓർഗാനിക് ആക്കി. മറ്റൊന്ന് എന്തായിരുന്നു? നമ്മുടെ ആ ട്രഡീഷൻസിനെ പ്രിസർവ് ചെയ്യാൻ പറ്റി. മൂന്നാമത് നമുക്ക് എന്ത് പറയാൻ പറ്റും? മൂന്നാമതായിട്ടാണ് നമ്മുടെ സെൻസ് ഓഫ് യൂണിറ്റി. മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നാലും ആ ഒരു ഫീൽ കിട്ടും. 4 എന്താണ്? നമ്മുടെ കോ എക്സിസ്റ്റൻസിനെ ഇത് ഹെൽപ്പ് ചെയ്തു. 4 പോയിന്റാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, 20ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺ ഇൻഫ്ലുവൻസ് ഓപ്പറേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ബാങ്ക് എന്ന് പറയുന്നത് ഉണ്ട്. ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ലോൺ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഡെപ്പോസിറ്റർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്ക് ഒരു പലിശ തിരിച്ചു കൊടുക്കും. അടുത്ത് ലോൺ എടുക്കുന്ന ആൾക്ക് ബാങ്ക് ലോൺ കൊടുക്കും അല്ലെ. ഇത് ഡെപ്പോസിറ്റ്, ഇത് ലോണ്, ഇത് ലോണ്. ലോൺ എടുക്കുന്ന ആൾ തിരിച്ചെന്ത് കൊടുക്കും? പലിശ കൊടുക്കും. പക്ഷേ ഈ കൊടുക്കുന്ന പലിശയുടെ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ഈ കൊടുക്കുന്ന പലിശയുടെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലെ വ്യത്യാസമായിരിക്കും ബാങ്കിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഓപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ബാങ്ക് ഫങ്ഷൻസ് അല്ലേ. ബാങ്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആക്ട് ആസ് എ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ the person who deposit money and the person who takes a loan അല്ലേ. The difference in the interest rate is the main revenue of the bank. ആ ഒരു സെൻറ്റൻസ് എഴുതി ഇതുപോലൊരു ചിത്രം വരച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ ഞാൻ പറയും അത് വളരെ നല്ലതാണെന്ന്. കാരണം ഇത് കാണുന്ന ഒരു ടീച്ചറിന് മനസ്സിലാവും ഈ കുട്ടിക്ക് കാര്യം അറിയാം. എന്നിട്ട് നമ്മൾ ഈ താഴെ ഈ പറഞ്ഞ സെൻറ്റൻസും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 മാർക്ക് ചോദ്യമല്ലേ. 20ാമത്തെ ചോദ്യം 3 മാർക്ക് ചോദ്യമല്ലേ. 100% 3 മാർക്ക് ഇവിടെ കിട്ടും. എഴുതി നിറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല ഇങ്ങനത്തെ ചോദ്യങ്ങളിലെങ്കിലും. 21. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞു അങ്ങനെ എഴുതരുതെന്ന്. നിങ്ങൾ മനസ്സിലാക്കുക, ഫൈനൽ ഇവാലുവേഷനിൽ നമ്മുടെ ടീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞ പേപ്പർ വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചുമ്മാതെ മാർക്ക് കുറയ്ക്കാനും ചുമ്മാതെ മാർക്ക് ഇടാനും പറ്റത്തില്ല. സോ ആ വാലുവേഷനിൽ അവരെല്ലാവരും കുറച്ചുകൂടെ ശ്രദ്ധാലുവായിരിക്കും. നിങ്ങളുടെ സ്കൂൾ എക്സാമിനെ പോലെയല്ല. ടീച്ചേഴ്സ് നമ്മൾ പറയുന്നതല്ല, എങ്കിലും സ്കൂൾ എക്സാമിന് ടീച്ചറിൻ്റെ മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പബ്ലിക് എക്സാമിന് ടീച്ചറിൻ്റെ മൈൻഡ് സെറ്റ് മാത്രം കൊണ്ട് അവിടെ മാർക്ക് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകും, എങ്കിലും അങ്ങനെ വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല, മാർക്ക് കിട്ടും. ഓക്കെ, ശരിയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് റീവാലുവേഷനുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. അങ്ങോട്ടൊന്നും വേണ്ട, എങ്കിലും ബെറ്റർ. ഞാൻ പറഞ്ഞിടത്തോളം ഒരു ടീച്ചർ എന്തായാലും ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ മാർക്ക് കുറയ്ക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കത് സമയലാഭം ഒരുപാട് ഉണ്ടാക്കി തരും. കാരണം എഴുതി കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും, സമയം കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന കേസുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാം. അടുത്ത, വിച്ച് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് അഗെയിൻസ്റ്റ് ദ സർദാർ സരോവർ പ്രോജക്റ്റ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. ഞാൻ പറഞ്ഞ വേണ്ട കീവേഡ്സാണ് ഞാൻ ഈ പറയുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളനാണ് പേര്, മേധാ പട്കറാണ്. എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു വിഷയം. അതുപോലെ തന്നെ എന്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഓൺ ദ റിവർ നർമ്മദ. അതുപോലെ ആൾക്കാരുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിലേതെങ്കിലുമൊക്കെ പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് ഇവിടെ കിട്ടും. എന്നുവെച്ചാൽ ഇവിടെ പോയിന്റ് എഴുതി ഒരല്പം ഒന്ന് വിശദീകരിക്കണം. പറ്റുമല്ലോ? പറ്റും. അടുത്ത്, ഓർ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഹൗ ദ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ബിക്കം എ ചലഞ്ച് ടു ദ യൂണിറ്റി ഓഫ് ദ നേഷൻ. കണ്ടോ, ഇതിനേക്കാളും എളുപ്പം ഇത് എഴുതുന്നതാണ്. ഇവിടെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് എന്തൊക്കെ പറയാം? ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് പറയാനുണ്ട്, അതുപോലെ ജമ്മു കാശ്മീരിൻ്റെ മൂവ്മെൻറ്റ് പറയാനുണ്ട്. ഇത് 2 മൂവ്മെൻറ്റെങ്കിലും മിനിമം എഴുതി വിശദീകരിച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. കാരണം ഇവിടെ 2 നമുക്ക് കഥ പോലെ പറഞ്ഞു തന്നല്ലേ, എഴുതാൻ പറ്റൂലേ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ ഇത് 2 നമുക്ക് മെയിനായിട്ട് വരുന്ന സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് 2 എന്ത് ചെയ്യുക? വിശദമായിട്ടൊന്ന് എഴുതുക. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം. അപ്പോൾ എപ്പോഴും ഓരോ ചോദ്യം വായിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യാവൂ ഏത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും എക്സ്പ്രസീവായിട്ട് എഴുതാൻ പറ്റുന്നത് ആ ചോദ്യം വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, 22. സുഭാഷ് ചന്ദ്ര ബോസ് ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ ആർമി വാസ് ഏബിൾ ടു പുട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ എ ക്രൈസിസ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ സബ്സ്റ്റാൻഷിയേറ്റ്. ഇവിടെ നമ്മൾ എന്തൊക്കെ പറയണം? ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന കോൺഗ്രസ്സിലെ അംഗമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിസൈൻ ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു? ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു.
എന്നിട്ട് ജാപ്പനീസ് ആർമിയോടൊപ്പം ചേർന്നിട്ട് മ്യാൻമറിൻ്റെ ഭാഗത്ത് വഴി ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തുന്നു. ഈവൻ ദോ ഈ പറയുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആയിട്ട് മാറിയിരുന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ അവർക്കെതിരെ അവർക്ക് അനുകൂലമായിട്ടൊരു ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷിനെ എതിർക്കാനായിട്ട് അവർ ഫ്യൂവൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഓഫീസേഴ്സിൻ്റെയും അതുപോലെ തന്നെ അവരിൽ പങ്കെടുത്ത ആൾക്കാരുടെയും ട്രയൽ ഡൽഹിയിൽ വെച്ച് നടന്നപ്പോൾ ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രബോസ് വേണം. സുഭാഷ് ചന്ദ്രബോസ് പോയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പിൽ മോഹൻ സിംഗ് തുടങ്ങിയെങ്കിലും അത് പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു എന്നുള്ളത് അറിയണം. ജപ്പാൻ ആർമിയായിട്ട് നമ്മൾ ചേർന്നത് മ്യാൻമർ ഭാഗത്താണ് അറ്റാക്ക് നടത്തിയത്. അതിനുശേഷം അറ്റാക്ക് ഫെയിലായി. പിന്നീട് ഈ പറയുന്ന ട്രയൽ നടത്തി. ട്രയലിൽ നെഹ്റുവിനെ പോലുള്ളവർ എന്ത് ചെയ്തു, പ്ലക്കാർഡുകളുമായിട്ട് എത്തിയിരുന്നു. ആ കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതുകൊണ്ട് അവർ പിന്നീട് വെറുതെ വിടുന്നു. ആ പോയിന്റ്സ് അത്രയും വെച്ചൊരു പാരഗ്രാഫ് എഴുതുക. അടുത്ത എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റെപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റെപ്പോ റേറ്റ് ഇൻ കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. റെപ്പോ റേറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ബാങ്ക്, സാധാരണ നമ്മൾ ആൾക്കാർ, കൺസ്യൂമേഴ്സ്, RBIയിൽ നിന്ന് ബാങ്ക് എടുക്കുന്ന ലോണ്, ആ ലോണിന് RBIക്ക് ബാങ്ക് തിരിച്ചു കൊടുക്കേണ്ട റേറ്റാണ് റീപേ റേറ്റ് അല്ലെങ്കിൽ റെപ്പോ റേറ്റ്. അടുത്ത് ചില കേസുകളിൽ ഈ പറഞ്ഞ RBI എന്ത് ചെയ്യും, ബാങ്കുകളിൽ നിന്ന് പൈസ വാങ്ങും ഡെപ്പോസിറ്റായിട്ട്, അതിന് RBI തിരിച്ചു കൊടുക്കുന്നത് തന്നെയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും RBI കൂട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കൊടുക്കാൻ പ്രിഫർ ചെയ്യൂല. ആർക്ക്? ജനങ്ങൾക്ക്. കാരണം ബാങ്കിന് ലാഭം RBIക്ക് പൈസ കൊടുത്തിട്ട് RBIയുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങുന്നതാണ്. കാരണം റിവേഴ്സ് റെപ്പോ റേറ്റ് വാങ്ങുന്നതാണ്. മാത്രമല്ല ബാങ്ക് ആ സമയത്ത് RBIയിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൂടിയ പലിശ റെപ്പോ റേറ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുകയും വേണം. അതുകൊണ്ട് ബാങ്ക് അത് പ്രിഫർ ചെയ്യൂല. ജനങ്ങളും എന്ത് ചെയ്യും, മാക്സിമം ലോൺ എടുക്കില്ല. കാരണം RBI റെപ്പോയും റിവേഴ്സ് റെപ്പോയും കൂട്ടിയാൽ അതനുസരിച്ച് ബാങ്കും എന്ത് ചെയ്യും, പലിശ കൂട്ടും. അതായത് ലോണിൻ്റെ പലിശ കൂട്ടും. അപ്പോൾ ജനങ്ങൾ കൂടുതൽ പലിശ ബാങ്കിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യൂല. പക്ഷേ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ബാങ്കിൽ പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് അതിന് കൂടുതൽ എന്ത് തരും, പലിശ ഇങ്ങോട്ട് തരും എന്നുള്ളത് കൊണ്ട് അവരങ്ങോട്ട് പലിശ കൊടുക്കുകയാണ് ചെയ്യും. അപ്പോൾ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും കൂട്ടിയാൽ ഇത്രയേ ഉള്ളൂ, ബാങ്ക് RBIയിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, RBIയിൽ നിന്ന് ലോൺ എടുക്കൂല. ജനങ്ങൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൂല. സോ എക്കോണമിയിൽ പൈസയുടെ അളവ് കുറയും എന്നതങ്ങ് എഴുതി വെച്ചോ. തിരിച്ചാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചേക്കുക. ഇനി റെപ്പോയും റിവേഴ്സ് റെപ്പോയും ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റൂല നിങ്ങളെ കൊണ്ട്, അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ റെപ്പോയും റിവേഴ്സ് റെപ്പോയും. ഓക്കെ, അടുത്ത 24ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫ്രഞ്ച് പാർലമെന്റ് കോൾഡ് എ സ്റ്റേറ്റ് ജനറൽ ലെറ്റ് ടു ദ ടെന്നീസ് കോർട്ട് ഓത്ത് ആൻഡ് എന്താണ് എലൂസിഡേറ്റ്. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ച് പാർലമെന്റിലെ സ്റ്റേറ്റ് 3 എണ്ണമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിൽ തേർഡ് സ്റ്റേറ്റിന് ഒരു വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അവർ ഇത് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റും സെക്കൻഡ് സ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ചുണ്ട്. അപ്പോൾ മെജോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. പക്ഷേ പോപ്പുലേഷൻ വൈസ് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ലൂയി 16 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടേണ്ട ആവശ്യം വന്നു 14-ാമിന് ശേഷം. അപ്പോൾ അപ്പോഴത്തേക്ക് ആൾക്കാർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അപ്പോൾ ബെയ്ലി, അബേസിയസ്, മിറാബു ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇവർ സംഘടിക്കാൻ പോകുന്ന സ്ഥലം പൂട്ടുന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നു, 1789 ജൂൺ 19 ആണോ ജൂൺ 20 എന്ത് ചെയ്യുന്നു, അവർ ടെന്നീസ് കോർട്ടിൽ പ്രതിജ്ഞ എടുക്കുന്നു. ഈ കാര്യങ്ങളാണ് ഇവിടെ ഉത്തരത്തിൽ വരേണ്ടത്. 4 മാർക്കാണ് അത്യാവശ്യം എഴുതണം, അല്ലെങ്കിൽ പോയിന്റ് എങ്കിലും ഉണ്ടാവണം. അടുത്ത ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഇതേ മീനിങ് തന്നെയാണ്. വൈ ഡിഡ് ദ തേർഡ് എസ്റ്റേറ്റ് ഇൻ ദ ഫ്രഞ്ച് ഒപ്പോസ് ദ റൂൾ ഓഫ് ദ ബോർബൺ കിങ്സ് വൈൽ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് സപ്പോർട്ടഡ് ദം? ബിക്കോസ് അല്ലേ, അവിടെ നിങ്ങൾ ഇത് തന്നെ പറയണം. എസ്റ്റേറ്റ് വാസ് ഡിവൈഡഡ് ഇൻടു 3, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഇവിടെ ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തേർഡ് എസ്റ്റേറ്റുകാർക്ക് എന്ത് ചെയ്യണം, രാജാവിനും ടാക്സ് കൊടുക്കണം, ഫസ്റ്റ് എസ്റ്റേറ്റിനും ടാക്സ് കൊടുക്കണം, അതുപോലെ അൺപെയ്ഡ് ലേബർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തേർഡ് എസ്റ്റേറ്റുകാർക്ക് ഫസ്റ്റ് സെക്കൻഡിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റും സെക്കൻഡിന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് അവർക്ക് രാജാവിന് ഇഷ്ടമായിരുന്നു. ഇതാണ് ഉത്തരത്തിൽ വരേണ്ട പോയിന്റ്. ഞാൻ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് തീർന്നു. പക്ഷേ നിങ്ങളിത് വിശദമായിട്ട് എഴുതണം. നമ്മുടെ ആ ചാപ്റ്ററിൽ വളരെ കഥ പോലെ പലതവണയായിട്ട് ഇത് പറഞ്ഞു തന്നതാണ്. അതെപ്പോഴും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് കഥ പോലെ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം ഹിസ്റ്ററി എഴുതാനായിട്ട്. അല്ലാതെ കാണാതെ പടം പഠിച്ചാൽ നിങ്ങൾ എന്തുമാത്രം പഠിക്കുമെന്നാണ്. ഒരുപാടില്ലേ ഇത് നോക്കണ്ട. ഇവിടെ വർഷങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. വർഷത്തിന് ഇമ്പോർട്ടൻസ് വരുന്ന ചോദ്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ കഥ അറിയാമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോഴും പറയുന്ന പോലെ മനസ്സിലാക്കി പഠിക്കുക. 25ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ ഗിവൺ ജിയോ ഇൻഫർമേഷൻ ആൻഡ് മാർക്ക് ദം ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ് പ്രൊവൈഡഡ്. ഇപ്പോൾ വേൾഡ് മാപ്പിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എന്തായാലും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് തന്നിട്ടുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്.
ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആകെ ഒരു ഡെസേർട്ടേ ഉള്ളൂ, താർ ഡെസേർട്ട് രാജസ്ഥാനിലായിട്ട് അല്ലേ. അടുത്ത ക്ലൈമറ്റ് റീജിയൻ ബിറ്റ്വീൻ ദ 55 and 70 ഡിഗ്രി നോർത്ത് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഏതാണ് 55-70 ടൈഗ റീജിയൻ ആണ്. അപ്പോൾ മാപ്പിനകത്ത് ഇങ്ങനെ ഈ പറഞ്ഞ 55-70 ഇടയിലായിട്ട് ഇങ്ങനെ സ്ഥലം മാർക്ക് ചെയ്തിട്ട് അത് ടൈഗ എന്ന് എഴുതി വെച്ചിരിക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ടാവും, അതിൽ ഈ പറഞ്ഞ രാജസ്ഥാൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ട് താറെന്ന് മാർക്ക് ചെയ്യാൻ പാടുണ്ടോ? ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഓഫ് ദ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ആന, സവാന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ആ പറയുന്ന ആഫ്രിക്കയിലെ ആനയെ ഒന്ന് വരച്ച് വയ്ക്കുക. ഹോട്ട് ഡെസേർട്ട് ഇൻ ദ സൗത്ത് അമേരിക്ക. സൗത്തിൻ്റെ അറ്റത്തിരിക്കുന്ന അറ്റക്കാമയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഏതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ ഇക്വേഷൻ? എന്ത് പറയാൻ പറ്റും? ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് പ്ലസ് അല്ലേ നമ്മൾ ഈ പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ് പ്ലസ് ബേസിക് ലിറ്ററസി ഇൻഡെക്സിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കിട്ടും. എക്സ്പ്ലെയിൻ വിച്ച് ഈച്ച് ഓഫ് ദ ഇൻഡെക്സസ് ഇൻ ദ ഇക്വേഷൻ ഡിനോട്ട്. അതായത് ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ എന്താണ്? ആയുർദൈർഘ്യം, നോർമലി ഒരു വ്യക്തി എത്രത്തോളം ജീവിക്കും എന്നതിൻ്റെ ഒരു പോപ്പുലേഷൻ ആവറേജ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ 1000 ബർത്തിനകത്ത് എത്ര കുട്ടികൾ ലൈവായിട്ട് ജനിക്കുന്നു, എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു ഒരു വയസ്സിനകത്ത്. ബേസിക് ലിറ്ററസി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർക്ക് പോപ്പുലേഷൻ എഴുതാനും വായിക്കാനും അറിയാം. അതുപോലെ സ്കൂളിൽ എത്ര പേര് പോകുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എഴുതുന്നു. ആ മൂന്നിൻ്റെയും ആ ഡെഫിനേഷനും കൂടി എഴുതി വെച്ചാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. ഓർ ചോദ്യം നോക്കിയേ. എക്സ്പ്ലെയിൻ ദ ഇൻവെൻഷൻസ് ദാറ്റ് ലെഡ് ടു വേരിയസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം ഈ പറഞ്ഞ 26A ആണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ പറയാൻ പറ്റും? നമ്മളെ ആ സ്റ്റീം എഞ്ചിൻ്റെ ഡിസ്കവറി അല്ലെ, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു, അത് കാരണം വർക്ക് അതിൻ്റെ ബാക്കി പോയിന്റ് എഴുതാൻ പറ്റുമല്ലോ. അത് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറച്ചുകൂടി സമയം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റി, മറ്റു കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നു, ഓട്ടോമേഷൻ സാധിച്ചു. അടുത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു. അഡ്വാൻസ് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ AI ഒക്കെ വന്നത് അല്ലേ. അഡ്വാൻസ് ടെക്നോളജി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ലാസ്റ്റാണ് വന്നിരിക്കുന്നത്. ഏതാണ്? AI വന്നിരിക്കുന്നത്. ഇത് 4 ഈ പറഞ്ഞ 3, 2, 5 ഹെഡിങ്സ് അവിടെ വേണം. 5 ഹെഡിങ്സിൻ്റെ ഡെഫിനേഷനും വേണം, എഴുതിയാൽ മാർക്ക് കിട്ടും. പക്ഷെ അതിനേക്കാളും എളുപ്പം ഈ പറഞ്ഞ 26ാമത്തെ ചോദ്യമാണ്. ഓക്കെ, 27. ഹൗ ഡു ദ ഡിസ്കഷൻസ് വിത്തിൻ ദ ഫാമിലി ഹെൽപ്പ് ഇൻ നർച്ചറിങ് ഡെമോക്രാറ്റിക് വാല്യൂ എമംഗ് ദ ചിൽഡ്രൻ ആൻഡ് ഷേപ്പിംഗ് ദിയർ ഒപ്പീനിയൻ ഓൺ ദ സോഷ്യൽ ഇഷ്യൂസ്. അല്ലേ, കാരണം ഏതൊരു കുട്ടിയുടെയും ഈ പറയുന്ന എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്നാണെന്നുള്ള പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. ഫാമിലി ട്രഡീഷണൽ ബിലീഫ്സും പെർസെപ്ഷൻസും കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന പോയിന്റ് നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ ഫാമിലി ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്ന കുട്ടിക്ക് ഡെമോക്രസിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡെമോക്രസിക് ചർച്ചകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. ആ പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓർ ക്വസ്റ്റ്യൻ അല്ല, സോ അത് നോക്കണം. ആ ചോദ്യത്തിൽ ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഫാമിലിയോ സ്കൂളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ പൊളിറ്റിക്കൽ പാർട്ടിയോ ഇത് 4 പ്രതീക്ഷിക്കാം. അടുത്ത 28. ഏർലി ഗവൺമെൻറ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫോളോഡ് ആൻ എക്കണോമിക് പോളിസി ഓഫ് സ്ട്രെങ്തനിങ് ദ പബ്ലിക് സെക്ടർ സബ്സ്റ്റാൻഷിയേറ്റ്. അല്ലെ, എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ മുതൽ തന്നെ മിക്സഡ് എക്കോണമിയാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് ബേസ്ഡ് ഓൺ എന്തായിരുന്നു? പ്ലാനിങ് ആയിരുന്നു. അവിടെ പബ്ലിക് സെക്ടറിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മേഖലകളും മാർക്ക് മാത്രമായിരുന്നു പബ്ലിക് സെക്ടറിനായിരുന്നു. പ്രൈവറ്റ് സെക്ടറിനെ അത്ര രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു. അറിയാമല്ലോ, ലൈസൻസിങ് കോട്ട ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൈവറ്റ് സെക്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇത്രയും പോയിന്റ് ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ അവിടെ മാർക്ക് കിട്ടും. 29. എർത്തുകേക്ക് ആർ ദ സഡൻ മൂവ്മെൻറ്റ് വൈൽ പ്ലേറ്റ് മൂവ്മെൻറ്റ് ആർ ദ സ്ലോ മൂവ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ ഇവിടെ ഇൻ്റർ റിലേറ്റഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണ് എർത്തുകേക്ക് അതിൻ്റെ ഡെഫിനിഷൻ, പ്ലേറ്റ് മൂവ്മെൻറ്റ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എർത്തുകേക്ക് ഫോം ചെയ്യുന്നത് പ്രഷർ ബിൽഡപ്പ് കാരണമാണ്. പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് സഡനായിട്ട് എന്ത് ചെയ്യും? പ്രഷർ റിലീസ് ചെയ്യും. അങ്ങനെ എർത്തുകേക്ക് ഉണ്ടാവും. പ്ലേറ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കൺവെക്ഷൻ കറണ്ട് കാരണം മാഗ്മ മൂവ് ചെയ്യും. അതിൻ്റെ മുകളിൽ 1-2 സെൻറ്റിമീറ്റർ പെർ ഇയർ വെച്ചിട്ടാണ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്. അത് സ്ലോ മൂവ്മെൻ്റ് ആണ്. എന്നാൽ ഡെഫിനിഷൻസ് മാത്രം എഴുതി വെച്ചാൽ മതി. ഇവിടെ ഇൻ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞ പോയിന്റ് എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് തരും. അതാണ് അതിൻ്റെ സത്യം. ഓക്കെ, എങ്കിൽ ഇൻ്റർ റിലേറ്റഡ് എന്ന് വെച്ചാൽ രണ്ടും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എൻഡോജനിക് മൂവ്മെൻറ്റ്, എൻഡോജനിക് ഫോഴ്സ് കാരണമുണ്ട്. അതാണ് അടുത്ത ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത്. രണ്ടുണ്ടാവുന്നതും എൻഡോജനിക് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഷൻ ഒരു പാരഗ്രാഫും കൂടെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എൻഡോജനിക് മൂവ്മെൻറ്റ് ആൻഡ് എക്സോജനിക് മൂവ്മെൻറ്റ്. എൻഡോജനിക് എന്താണ്? ഭൂമിക്കകത്ത്. എക്സോജനിക് ഭൂമിക്ക് പുറത്ത്. എൻഡോജനിക് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? പ്രിമോഡിയൽ ഹീറ്റ്, തെർമൽ ഗ്രേഡിയനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഈ പറയുന്ന കൺവെക്ഷൻ കറണ്ട്. അടുത്ത എക്സോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ എക്സോജനിക്കിനകത്തുണ്ടല്ലോ വിൻഡ്, ഗ്ലേഷ്യർ പോലെയുള്ള മൂവ്മെൻറ്റുകൾ റിലേറ്റഡ് കാര്യങ്ങൾ. 2 ഫ്ലോ ചാർട്ട് വരച്ചൊന്ന് എഴുതി വെച്ചാൽ അവിടെയും മാർക്ക് കിട്ടും. സോ ഇവിടെ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എളുപ്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നിങ്ങൾ കൂടുതലും പഠിച്ച് വയ്ക്കാൻ സാധ്യതയുള്ളത് അല്ലേ ഇതിനേക്കാളും എന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അടുത്ത 30ാമത്തെ ചോദ്യം തീർന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നു. 30ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബിക്കമേ
മാസ് മൂവ്മെൻറ്റ് ഈവൻ ആഫ്റ്റർ ദ ഇംപ്രസൺമെൻറ്റ് ഓഫ് ദ മെയിൻ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ഗാന്ധിജി. എന്തുകൊണ്ടാണ്? ഒന്ന്, പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷൻ. രണ്ട്, ഒന്ന് ഇപ്പോൾ നമ്മുടെ വർഷം തൊട്ട് തുടങ്ങണം. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1942 നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം തന്നെ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിയെ പോലെയുള്ള മെയിൻ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പബ്ലിക് പാർട്ടിസിപ്പേഷൻ വന്നു. റെയിൽവേ ടെലിഗ്രാഫ് ഓഫീസുകൾ അടഞ്ഞു കിടന്നു. ജനങ്ങൾ എന്ത് ചെയ്തു? റോഡിലേക്ക് ഇറങ്ങി. അതിനുശേഷം അരുൺ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ പോലുള്ളവർ ഒടുവിൽ നിന്നുകൊണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ സ്ട്രൈക്ക് നയിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. വേണമെങ്കിൽ ഇതിൻ്റെ വന്ന റീസൺ, എന്തിനാണ് ഇതിലോട്ട് എത്തിയെന്നുള്ള റീസൺ കൂടി ആദ്യം ഒരു ഇൻട്രോ പോലെ കൊടുത്താൽ നമുക്ക് ഒരു 5 മാർക്കിനുള്ളതായി. അടുത്ത, വെദർ റിനൈസൻസ് ഈസ് ദ റിവൈവൽ ഓഫ് ദ ആൻഷ്യൻ്റ് പീരീഡ് ഓർ ദ നെഗേഷൻ ഓഫ് ദ മിഡീവൽ പീരീഡ്, സ്റ്റേറ്റ് യുവർ ആർഗ്യുമെൻറ്റ് ബൈ അനലൈസിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ റിനൈസൻസ്. ഇത് കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. റിനൈസൻസോട് ചോദ്യം സിമ്പിൾ ആണെങ്കിലും റിനൈസൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തൊട്ട് നിങ്ങൾ എഴുതണം. അതായത് ഹ്യൂമനിസം ചാപ്റ്റർ പിന്നെ ഒരു ഗുണം, ഹ്യൂമനിസം ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒരിക്കൽ പഠിക്കാനുള്ള ആവേശത്തിൽ, പിന്നെ ടേം 1 പഠിച്ചിട്ടുണ്ട്, ടേം 2 പഠിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ തുടങ്ങുന്ന ഹ്യൂമനിസത്തിൽ നിന്നായതുകൊണ്ട് ചിലപ്പോൾ അത് ഓർമ്മ കാണും. ഹ്യൂമനിസം വന്നതിൻ്റെ ആ ഒരു ബേസ്, ഹൗ ഹ്യൂമനിസം എമേർജ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പോയിന്റ് പഠിച്ചില്ലേ, ആ പോയിന്റിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കിട്ടും. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചാൽ മതി. നമ്മളതിനകത്ത് എന്തൊക്കെ വരും? ഈ പറഞ്ഞ ആൻഷ്യൻ്റ് ലിറ്ററേച്ചർ, അതിൻ്റെ റിവൈവൽ ഓഫ് ക്ലാസിക് കൾച്ചർ, വെൽത്തി ഫാമിലികൾ വന്നത്, അങ്ങനെ മിഡീവൽ ഫ്യൂഡലിസം വീണത്, ഇതൊക്കെ നമ്മളൊന്ന് ചേർത്ത് എഴുതേണ്ടി വരും. ആ പോയിന്റ് ഒന്ന്, ആ എല്ലാ പോയിന്റുകളും ഒന്ന് വിശദീകരിച്ചൊന്ന് എഴുതേണ്ടി വരും. വൈ ഹ്യൂമനിസം ഫോംഡ്, റിനൈസൻസിൻ്റെ റീസൺ എന്താണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഇല്ല, അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 31, എ ഓർ ബിയിൽ വിച്ച് ടൈപ്പ് ഓഫ് എൻഡോജനിക് മൂവ്മെൻറ്റ് ഇസ് ഉരുൾപൊട്ടൽ? മാസ് വേസ്റ്റിങ്ങിനകത്ത് വരും. സോ യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സർട്ടൻ ഹൈ റേഞ്ചസ് ഏരിയാസ് ഓഫ് ദ കേരള ആർ പ്രോൺ ടു ഉരുൾപൊട്ടൽ? യെസ്. വൈ? ബിക്കോസ് എന്താണ്? അവിടുത്തെ എലിവേഷൻ കൂടുതലാണ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ട് മെഷേഴ്സ്? അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങളങ്ങ് എഴുതിയാൽ മതി. ഈ 2 ചോദ്യത്തിൽ ഈ ചോദ്യവും നല്ലതാണ്. ബി ചോദ്യം നോക്കിയേ. വാട്ട് ഡു യു മീൻ ബൈ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാക്സിമം മൈനസ് മിനിമം ടെമ്പറേച്ചർ? കാൽക്കുലേറ്റ് ദ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ഓഫ് ദ മാക്സിമം ടെമ്പറേച്ചർ 32 മിനിമം 17. അപ്പോൾ 32 ഇത് 17 കുറച്ച് 15, അതുപോലെ തന്നെ 32 പ്ലസ് 17/2 എടുത്തിട്ട് 24, അപ്പോൾ 2 കിട്ടി. ഇതൊക്കെ അടുത്ത്, വിച്ച് പ്ലേസ് എക്സ്പീരിയൻസ് ലോ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? തിരുവനന്തപുരം ഓർ കാൺപൂർ? തിരുവനന്തപുരം, കടലിനടുത്തായതുകൊണ്ട്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് 5 മാർക്ക് എഴുതി കിട്ടാൻ പറ്റും. കാരണം ഇവിടെ ഒരു 1 വേർഡ് ചോദ്യങ്ങൾ പോലത്തെ ഒരു 3-4 ചോദ്യങ്ങളാണ്. അതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരം ഓരോ പാരഗ്രാഫായിട്ട് അങ്ങ് എഴുതിയാൽ മതി. വെറുതെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഇതൊന്നും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് പഠിച്ചുകൂട്ടിക്ക് എഴുതാൻ പറ്റും. ഇത് പഠിക്കാത്തവനും എന്ത് ചെയ്യാം? ഒരു പരിധി വരെ നമുക്ക് തള്ളി കയറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ വേണം നിങ്ങളെപ്പറ്റി ഉത്തരം എഴുതാൻ. അപ്പോൾ ഇത്തരത്തിൽ ഇനി ബി സെറ്റും സി സെറ്റും ഉണ്ട്. അതൊക്കെ കൊണ്ട് ഉടനെ തന്നെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റായിരിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.